അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഇത് അനാവശ്യ ചോദ്യമല്ല. ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ, അവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന മറ്റ് സംഘടനകൾ, അവരിലേക്കൊന്നും ഫണ്ട് എത്തുന്നില്ല. ഫണ്ട് ഇവിടേക്ക് മാത്രം എത്തുന്ന ഒരു കേന്ദ്രീകൃത പരിപാടി നടക്കുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ കാണും? ഞാൻ ആലോചിക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളതാണ്. ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമാണ്. വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളാക്കി തരാം. ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടുത്തെ ഒരു കാര്യം പോലും റെസിപ്റ്റ് ഇല്ലാത്ത രീതിയിൽ എല്ലാം എവരിത്തിങ് ഈ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡൊണേറ്റ് ചെയ്യുന്നതിന് മുഴുവൻ കൃത്യമായിട്ട് റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് മുഴുവൻ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ട്രീറ്റ് ചെയ്യുക, അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് കൂടുതൽ വെല്ലുവിളി. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യാതെ കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് ഈ മുന്നിൽ നിർത്തുന്നത്. അതാണ് ആ ധാരണയാണ് നമ്മൾ മാറ്റിയെടുക്കണം. എന്തുകൊണ്ട് ഈ കുട്ടികളെ കാണുന്ന സമയത്ത് അങ്ങനെ തോന്നാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ടീച്ചേഴ്സിനെ സല്യൂട്ട് ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. ഇവരെ നിരന്തരം ട്രെയിൻ ചെയ്യിച്ച് ആ രീതിയിലേക്ക് ആക്കിയതിന്റെ പേരിലാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആയിട്ടുള്ളത്. അങ്ങനെ പോയാലോ? സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് BRC തലത്തിലാണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ വാർത്തെടുക്കപ്പെട്ടത്. അവരുടെ വലിയൊരു അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. പലരും ഇന്നും വിഷമത്തോടെ പറയും, ഞങ്ങൾ പഠിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് മുതുകാട് അവരുടെ ആക്കി എന്ന് പറയാറുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നവരിൽ തന്നെ പുറത്തിറങ്ങിയിട്ടാണ് പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്? വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല, അതിൻ്റെയൊക്കെ റീസൺ നമുക്കറിയാം. അല്ല, അതിൽ ആ വിഷയത്തിലൊന്നും അങ്ങനെ പരസ്യമായിട്ട് അധികം പ്രതികരിച്ച് കണ്ടു. ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അല്ല, അതൊരു വല്ലാത്തൊരു ഡീഫേമേഷൻ ഉണ്ടാക്കുന്ന കാര്യമില്ല. അങ്ങനെ പുറത്തിറങ്ങി നിന്ന് പറയുമ്പോൾ അതൊരു ട്രസ്റ്റ് നശിപ്പിക്കുന്ന രീതിയിലുള്ള, അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കണ്ടേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.